പേർഷ്യൻ ഗൾഫിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ ഭാഗമായി ടാങ്കർ വാർ കലുഷിതമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഈ സമയം ഇറാഖ് മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഫ്രഞ്ച് നിർമ്മിത എക്സോസെറ്റ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇറാഖ് വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബഡ്ഡി റീഫ്യൂവലിംഗ് വിദ്യകൾ മെച്ചപ്പെടുത്തിയതോടെ അവരുടെ ആക്രമണങ്ങൾ പേർഷ്യൻ ഗൾഫിലെ ഇറാൻ്റെ പല മേഖലകളിലേക്കും വ്യാപിച്ചു. അൽജാറയിലെ പ്രധാന ബേസിൽ നിന്നും കുവൈത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഷൈബ എയർഫീൽഡിലേക്ക് മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ ആദ്യമെത്തും. അങ്ങനെ രാത്രികാല ആക്രമണത്തിനായി 2 വീതമാണ് പുറപ്പെട്ടിരുന്നത്. ഒന്നിൽ ആക്രമണത്തിനായുള്ള എക്സോസെറ്റ് മിസൈലുകളും മറ്റൊന്നിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ബഡ്ഡി ടാങ്കറുമായിരിക്കും. ഇറാനിയൻ റഡാറുകളുടെ നിരീക്ഷണമൊക്കെ ഒഴിവാക്കാനായി മിക്കപ്പോഴും കുവൈത്തിൻ്റെയും സൗദിയുടെയും ഒക്കെ വ്യോമാതിർത്തികളോട് ചേർന്നാണ് ഇവ പറക്കാറ്. അപ്രകാരം ലക്ഷ്യമേഖലയിൽ എത്തുമ്പോൾ ടാങ്കർ വിമാനം തിരിച്ചു പോകുകയും ആക്രമണത്തിനുള്ള വിമാനം അതിൻ്റെ സിറാനോ 4 റഡാർ ഉപയോഗിച്ച് ഇറാൻ തീരത്തെ നിരോധിത മേഖലയിലെ ഏതൊരു റഡാർ സൂചനയെയും ലക്ഷ്യമാക്കി എക്സോസെറ്റ് മിസൈൽ തൊടുത്തുവിടുകയും ചെയ്യും. ഇതായിരുന്നു പൊതുവിലുള്ള ഇറാഖിൻ്റെ ആക്രമണ രീതി. ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ മറ്റ് കപ്പലുകൾക്ക് പ്രവേശന വിലക്ക് ഉണ്ടായിരുന്നതിനാൽ റഡാറിൽ കാണുന്നതൊക്കെയും ഇറാനിയൻ ഷട്ടിൽ ടാങ്കറുകളായിരിക്കും എന്നതാണ് ഇറാഖ് പൈലറ്റുമാരുടെ അനുമാനം. നയപരമായി പൈലറ്റുമാർ ആക്രമണം നടത്തുന്നതിന് മുൻപ് ലക്ഷ്യം തിരിച്ചറിയണം എന്നുണ്ടെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം ഭയന്ന് പലരും ഇതിനെ നോക്കാറില്ല. ചുരുക്കിയാൽ എതിർമേഖലയിലെ തിരിച്ചറിയപ്പെടാത്ത റഡാർ അടയാളങ്ങൾക്ക് നേരെയാകും പലപ്പോഴും മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുള്ളത്. ഈ രീതിയിലുള്ള കലുഷിതമായ പേർഷ്യൻ ഗൾഫ് സാഹചര്യത്തിലാണ് കുവൈത്ത് ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നതും അതിനെ തുടർന്ന് അമേരിക്ക ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും. ഇവിടെ കുവൈത്തി കപ്പലുകൾക്ക് സംരക്ഷണം നൽകുക എന്ന നിലയിൽ ഇറാനുമായുള്ള സംഘർഷമായിരുന്നു അമേരിക്ക ശ്രദ്ധിച്ചിരുന്നത്. ഏതായാലും പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ ഒട്ടനവധി പടക്കപ്പലുകൾ എത്തുകയും നിരീക്ഷണം നടത്താനും ആരംഭിച്ചു. ഈ സമയം ഇറാഖിൻ്റെ കപ്പൽ വേധ ആക്രമണങ്ങൾ കൂടുതൽ തെക്കോട്ട് വ്യാപിക്കുന്നു എന്ന മുന്നറിയിപ്പുകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നൽകുകയുമൊക്കെ ഉണ്ടായി. അതേസമയം തന്നെ അമേരിക്കയുടെ USS ഖൂൻസ് എന്ന കപ്പലും ഇറാഖിൻ്റെ മിറാഷ് F-1 യുദ്ധവിമാനവും അപകടകരമായ രീതിയിൽ മുഖാമുഖം വരുന്ന ഒരു സന്ദർഭവും ഉണ്ടായി. ഇതേ സമയം തന്നെ ഈ മേഖലയിലുണ്ടായിരുന്ന മറ്റൊരു പടക്കപ്പലാണ് USS സ്റ്റാർക്ക് എന്നത്. പ്രഖ്യാപിത നിരോധിത മേഖലയിൽ നിന്നും അധികം അകലെയല്ലാതെ നിലകൊണ്ടിട്ടും പൂർണ്ണ യുദ്ധസജ്ജമാവാതെ അഥവാ കണ്ടീഷൻ 1ലേക്ക് മാറാതെ കണ്ടീഷൻ 4 അഥവാ ലോവസ്റ്റ് അലേർട്ട് ലെവലിലായിരുന്നു USS സ്റ്റാർക്ക് നിലകൊണ്ടിരുന്നത്. കപ്പലിലെ റുട്ടീൻ പരിശോധനയിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ആ സമയം എന്നും പറയാം. ഇതേ സമയം അമേരിക്കയുടെ ഒരു വിമാനം ഒരു ഇറാഖി വിമാനത്തെ കാണുകയുണ്ടായി. ആ സമയം ഇറാഖി വിമാനം USS സ്റ്റാർക്കിൽ നിന്ന് 320 കിലോമീറ്ററോളം അകലെയുമായിരുന്നു. വിമാനം തെക്കോട്ട് ആക്രമണ രീതിയിൽ തന്നെ മുന്നേറുന്നത് കണ്ട അമേരിക്കൻ പൈലറ്റ് ഈ വിവരം സ്റ്റാർക്കിൻ്റെ ക്യാപ്റ്റനായ ഗ്ലെൻ ബ്രിൻഡാലിനെ അറിയിക്കുകയുണ്ടായി. വിമാനം ഭീഷണിയായി മാറുന്ന തരത്തിൽ അടുത്തെത്തുകയാണെങ്കിൽ അറിയിക്കണമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞെങ്കിൽ പോലും ഈ സമയങ്ങളിൽ അദ്ദേഹം കപ്പലിൻ്റെ നിയന്ത്രണ മേഖലയായ ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വിമാനം 120 കിലോമീറ്ററൊക്കെ അകലമെത്തിയപ്പോൾ USS സ്റ്റാർക്കിൻ്റെ സ്വന്തം റഡാർ ഇറാഖി വിമാനത്തെയും അതിൻ്റെ സിറാനോ 4 തെരച്ചിൽ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും കണ്ടെത്തി. എന്നാൽ അവിടെയും USS സ്റ്റാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് പിഴച്ചു. ഒരുപക്ഷെ ഇറാഖ് ആക്രമണം നടത്താൻ ഒരു സാധ്യതയുമില്ല എന്ന തോന്നലാവാം അതിന് കാരണം. വിമാനം ഏതായാലും കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. കപ്പലുമായി അടുത്തു വരുന്ന ക്ലോസസ്റ്റ് പോയിന്റ് ഓഫ് അപ്രോച്ചിന് ഏതാനും കിലോമീറ്റർ അകലെ എന്ന നിലയിൽ വിമാനം എത്തി. അതോടെ വിമാനം ഒരു അമേരിക്കൻ നാവികസേനാ കപ്പലിനെയാണ് സമീപിക്കുന്നത് എന്നും മുന്നേറിയാൽ വെടിവെക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള സ്വാഭാവിക മുന്നറിയിപ്പ് നൽകാൻ റഡാർ ഓപ്പറേറ്റർ ടാക്ടിക്കൽ ആക്ഷൻ ഓഫീസറോട് ശുപാർശ ചെയ്തെങ്കിലും കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന നിലയിലാണ് ആ ഉദ്യോഗസ്ഥൻ്റെ മറുപടി ഉണ്ടായത്. അമേരിക്കൻ അന്വേഷണ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആക്രമണമുണ്ടായത് 1987 മെയ് 17 രാത്രി 9 മണിയോടെയാണ്. ഇറാഖി വിമാനം ദിശ മാറിപ്പോവേണ്ട അവസാന പോയിന്റിൽ നിന്നും തിരിയാതെ കൂടുതൽ തെക്കോട്ട് മാറി USS സ്റ്റാർക്കിന് നേരെ തിരിഞ്ഞ് കൂടുതൽ വേഗതയിൽ താഴേക്ക് പറക്കാൻ രാത്രി 9:05 കൂടി തുടങ്ങി. 9:07 35 കിലോമീറ്റർ മാത്രം അകലെ വെച്ച് ഇറാഖി വിമാനം ആദ്യത്തെ എക്സോസെറ്റ് മിസൈൽ USS സ്റ്റാർക്കിന് നേരെ തൊടുത്തുവിട്ടു.
ഇതേ സമയം സ്റ്റാർക്കിലെ റഡാറിൽ സിറാനോ 4 റഡാർ ടാർഗറ്റ് മൂഡിൽ ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടെ സ്റ്റാർക്ക് അടിയന്തര ഫ്രീക്വൻസി വഴി വിമാനത്തിന് റേഡിയോ മുന്നറിയിപ്പും നൽകി. എന്നാൽ ആ സമയം 25 കിലോമീറ്റർ മാത്രം അകലെ എത്തിയിരുന്ന വിമാനം രണ്ടാം എക്സോസെറ്റ് മിസൈൽ കൂടി തൊടുത്തുവിടുകയും റേഡിയോ സന്ദേശത്തോട് പ്രതികരിക്കാതെ തന്നെ തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. USS സ്റ്റാർക്ക് കണ്ടീഷൻ 4 കൊണ്ട് തന്നെ ഫുൾ കോമ്പാക്റ്റ് മൂഡിലായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഒട്ടനവധി പിഴവുകൾ കൂടെ സ്റ്റാർക്ക് ആ സമയം വരുത്തുകയുണ്ടായി. പ്രധാനമായും സ്റ്റാർക്കിൻ്റെ റഡാർ മിസൈൽ വിക്ഷേപണങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. കപ്പലിൻ്റെ മുൻവശത്ത് നിരീക്ഷണം നടത്തിയിരുന്ന ആളായിരുന്നത്രേ ആദ്യത്തെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ വിമാനം തിരിഞ്ഞു പോകാതെ കപ്പലിൻ്റെ ദിശയിലേക്ക് മാറിയപ്പോൾ ക്യാപ്റ്റനെ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടെത്താനുമായില്ല. അതുപോലെ കപ്പലിന് സമീപമുള്ള ഭീഷണികളെ നേരിടാനുള്ള CIWS അഥവാ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റർ ആ സമയം ബാത്റൂമിലായിരുന്നത്രേ. ഇത് നിയന്ത്രണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞതുമില്ല. അതുപോലെ കണ്ടീഷൻ 4 കൊണ്ട് തന്നെ CIWS ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. അതുപോലെ മിസൈലുകളുടെ ഗതി തെറ്റിക്കാനുള്ള SRBOC ലോഞ്ചറുകളും പ്രവർത്തന സജ്ജമായിരുന്നില്ല. വെപ്പൺസ് കൺട്രോൾ കൺസോളിൽ അഥവാ ആയുധ നിയന്ത്രണ കൺസോൾ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കപ്പലിൻ്റെ 76 mm തോക്ക് ഉപയോഗിക്കാനായി കപ്പൽ തിരിക്കുകയോ മറ്റായുധങ്ങൾ പ്രയോഗിക്കുകയോ പ്രതിരോധ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുകയോ USS സ്റ്റാർക്കിൽ ആ ആക്രമണ സമയത്ത് ഉണ്ടായില്ല എന്ന് കാണാം. ചുരുക്കിയാൽ പ്രതിരോധപരമായി ഒന്നും ചെയ്യാതെ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു കപ്പലിലേക്കാണ് അന്ന് 2 എക്സോസെറ്റ് മിസൈൽ ആക്രമണം ഉണ്ടാവുന്നത്. ആദ്യത്തെ മിസൈൽ കപ്പലിൻ്റെ ഇടതുവശത്തായിട്ടാണ് തുളച്ചു കയറിയത്. രണ്ടാമത്തെ മിസൈൽ കുറച്ചകലെയായാണ് വീണതും പൊട്ടിത്തെറിച്ചത്. മിസൈൽ ആക്രമണത്തിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും USS സ്റ്റാർക്കിൽ സൃഷ്ടിക്കപ്പെട്ടു. മിസൈലുകൾ വീണ ഇടങ്ങളിൽ തീ പടരുകയും സമീപ മേഖലകളിലേക്ക് വ്യാപിക്കുകയുമൊക്കെ ഉണ്ടായി. ഈ ആക്രമണത്തിൽ 29 നാവികർ തൽക്ഷണം കൊല്ലപ്പെടുകയും പരിക്കേറ്റവരിൽ 8 പേർ പിന്നീട് മരിക്കുകയുമുണ്ടായി. അപ്രകാരം ഇറാഖിൻ്റെ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ സ്റ്റാർക്ക് കപ്പലിലെ 37 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാനം അടുത്തു വരുന്നു എന്ന ഭീഷണിയോടുള്ള മെല്ലെപ്പോക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീ അണയ്ക്കുന്നതിലും കപ്പൽ മുങ്ങാതെ രക്ഷിക്കുന്നതിലും ജീവനക്കാർ വീരോചിതമായി പോരാടുകയും അതിൽ വിജയിക്കുകയുമുണ്ടായി. 3500 ഡിഗ്രി വരെ താപനിലയുള്ള തീ അവർ പോരാടി അണക്കുകയുണ്ടായി. വെള്ളം കാരണം കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞതും അവർ പരിഹരിച്ചു. ഒടുവിൽ തീ അണച്ച ശേഷം സ്വന്തം എഞ്ചിൻ ഉപയോഗിച്ച് തന്നെ USS സ്റ്റാർക്ക് ബഹ്റിനിൽ എത്തിച്ചേരുകയുണ്ടായി. അമേരിക്കൻ നാവിക മേഖലകളിൽ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായി കൂടി ഇത് മാറുകയുണ്ടായി. ഇറാഖ് ഈ ആക്രമണത്തിൽ അമേരിക്കയോട് മാപ്പ് പറയുകയും ഇതൊരു അപകടമായിരുന്നു എന്ന നിലയിൽ അവകാശപ്പെടുകയും ചെയ്തു. ഇതൊരു അപകടം തന്നെയായി പറയാമെങ്കിലും ലക്ഷ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാതെ വെടിവെക്കുന്ന ഇറാഖിൻ്റെ രീതികൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. സംഭവത്തിൽ ഇറാഖി പൈലറ്റിനെ ഇറാഖ് തന്നെ വധിച്ചതായി ചില റിപ്പോർട്ടുകളൊക്കെ വന്നെങ്കിലും അത് സാധ്യമാവാൻ സാധ്യതകളില്ല. അത്തരമൊരു റിപ്പോർട്ട് ഇറാഖിൽ നിന്നും കാണാനും സാധിച്ചില്ല. ഏതായാലും ഇത്തരമൊരു അറ്റാക്കിന് ഇറാഖി ലീഡർഷിപ്പ് അനുമതി കൊടുത്തിരുന്നു എന്നതും അറ്റാക്ക് നടത്തിയ പൈലറ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതും അവ്യക്തമായി തന്നെ തുടരുന്നു. പൈലറ്റിനെ ഏതായാലും ഇറാഖ് ഒരിക്കലും വെളിപ്പെടുത്തുകയോ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. ഇറാഖി വിമാനം 2 മിസൈലുകൾ പ്രയോഗിച്ചത് അമേരിക്കൻ നാവിക മേഖലയിലെ ഉന്നത തലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. കാരണം ഫ്രാൻസ് ഇറാഖിന് നൽകിയ മിറാഷ് F1 വിമാനത്തിന് 1 മിസൈൽ മാത്രമേ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്നുള്ളൂ. അതോടെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഡസോൾട്ട് ഫാൽക്കൺ 50 വിമാനമായിരുന്നെന്ന സിദ്ധാന്തത്തിന് ആ കാലത്ത് ശക്തി കൂടുന്നുണ്ട്. ഇറാഖികൾ ഡസാൾട്ട് ഫാൽക്കൺ 50ക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്തി യുദ്ധമേഖലകളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2 മിസൈലുകൾ വഹിക്കാൻ ഇറാഖികൾ തങ്ങളുടെ F1 വിമാനത്തിൽ സ്വന്തമായി മാറ്റം വരുത്തിയിരുന്നെന്നും അതിൻ്റെ ശ്രമങ്ങളായിരുന്നു ഇതു എന്നും പറയാറുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ബ്രിണ്ടലിനെയും TAOനെയും കോർട്ട് മാർഷൽ ചെയ്യണമെന്ന് നാവികസേന അന്വേഷണ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു. എങ്കിലും ഇരുവരെയും വിചാരണ ചെയ്തില്ല. പകരം ശാസനക്കത്ത് നൽകി ഇരുവരും നാവികസേനയിൽ നിന്ന് നേരത്തെ തന്നെ വിരമിക്കുകയാണ് ഉണ്ടായത്. പ്രതിരോധ മേഖലയിൽ വമ്പിച്ച പരാജയമായിരുന്നെങ്കിലും കപ്പലിനെ രക്ഷിക്കുന്നതിൽ
ഈ ഉദ്യോഗസ്ഥർ കാണിച്ച അസാധാരണമായ ധീരത പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഇളവുണ്ടായത്. ബഹ്റൈനിൽ വെച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ തീർത്ത USS സ്റ്റാർക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി തീർത്ത് വീണ്ടും സർവീസിൽ എത്തുകയുമൊക്കെ ഉണ്ടായി. പിന്നീട് പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ തന്നെ സേവനമനുഷ്ഠിച്ച USS സ്റ്റാർക്ക് എന്ന അമേരിക്കൻ പടക്കപ്പൽ 1999 ഡീകമ്മീഷൻ ചെയ്തത്.